അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, റമദാനിലെ ഒരു മാസത്തെ കഠിനമായ വ്രതത്തിന് ശേഷം, അതും ഈ കഠിന ചൂടിൽ വിശപ്പും ദാഹവുമെല്ലാം സഹിച്ചുകൊണ്ട് നോമ്പ് നോറ്റ ശേഷം ഒരു ദിവസത്തെ പെരുന്നാൾ ആഘോഷവും കഴിഞ്ഞ് പിന്നെയും നോമ്പ് നോൽക്കണം എന്ന് പറയുമ്പോൾ അത് പലർക്കും പ്രയാസകരമായിട്ട് തോന്നും. അതാണ് ശവ്വാലിലെ 6 നോമ്പ്. അതിനെക്കുറിച്ചാണ് ഇപ്പോൾ വളരെ ചുരുങ്ങിയ രീതിയിൽ പറയാൻ പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട് മഹാനായ സഹാബി അബൂ അയ്യൂബുൽ അൻസാരി പറയുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മൻ സ്വാമ റമളാന തുമ്മ അത്ബഅഹു സിത്തൻ മിൻ ശവ്വാൽ കാന കസിയാമിദ് ദഹർ. ആരെങ്കിലും റമളാനിൽ നോമ്പനുഷ്ഠിക്കുകയും തുടർന്ന് ശവ്വാലിൽ 6 ദിവസം നോമ്പ് നോക്കുകയും ചെയ്താൽ അവൻ ദഹർ കാലം മുഴുവനും നോമ്പ് നോറ്റതുപോലെയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ജീവിതം മുഴുവൻ നോമ്പ് നോറ്റതുപോലെ. അതായത് സാധാരണഗതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നന്മകൾക്ക് 10 പ്രതിഫലമാണ് നൽകുക. അൽ ഹസനത്തു ലിഅശ്റതി അംസാലിഹ. നന്മകൾ 10 പ്രതിഫലമാണ്, 10 ഇരട്ടിയാണ് പ്രതിഫലം നൽകുക. സാധാരണഗതിയിൽ അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അതിലും ഇരട്ടിയായിട്ട് കൊടുക്കും. അപ്പോൾ ഒരു മാസത്തെ നോമ്പ് എന്ന് പറഞ്ഞാൽ 10 മാസത്തെ നോമ്പ് നോറ്റതുപോലെയാണ്. പിന്നെ 6 നോമ്പ് ശവ്വാലിൽ, അതായത് 60 ദിവസം 10 കൊണ്ട് ഗുണിച്ചാൽ അപ്പോൾ 2 മാസം, അതായത് 10ഉം 2ഉം 12 മാസം ഒരാൾ നോമ്പ് നോറ്റതുപോലെയാണ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഇത് എല്ലാ വർഷവും നോക്കുകയാണെങ്കിൽ അവൻ്റെ ജീവിതം മുഴുവനും നോമ്പ് നോറ്റ പ്രതിഫലമായിരിക്കും. ഇത് ശവ്വാലിൽ തുടക്കത്തിൽ തന്നെ നോക്കുകയാണ് ഏറ്റവും ഉത്തമം. അതിനാണല്ലോ പ്രയാസവും. അല്ലെങ്കിൽ ശവ്വാലിൽ ഏതെങ്കിലും ദിവസങ്ങളിൽ തുടർച്ചയായോ അല്ലാതെയോ നോറ്റാലും ഈ 6 നോമ്പ് നോറ്റ് വീട്ടിയതിന് തുല്യമാണ്. അപ്പോൾ ഏറ്റവും നേരത്തെ നോൽക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഫസ്തബിഖു അൽ ഖൈറാത്ത്, നന്മകളിലേക്ക് നമ്മൾ വളരെ മത്സരബുദ്ധിയോടുകൂടി മുന്നേറുക എന്നാണല്ലോ അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. ഈ വർഷം ശവ്വാലിലെ 6 നോമ്പും നോൽക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.